ഇന്നലെ T20 ലോകകപ്പിനായുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ അത്ഭുതപ്പെടുത്തിയ ഒരു സുപ്രധാന മാറ്റമുണ്ടായിരുന്നു. ശുഭ്മാൻ ഗിൽ ടീമിലില്ല. ഗില്ലിന്റെ കടുത്ത വിമർശകർ പോലും ഒന്നുറപ്പിക്കാനായി സ്ക്വാഡ് ഒന്നുകൂടി വായിച്ചു നോക്കിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പ്. ടീം സെലക്ഷൻ അനൗൺസ്മെന്റ് നടക്കും വരെ ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലും ശേഷം നടക്കുന്ന ലോകകപ്പിലും ഗിൽ തുടരുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഗിൽ ഫോം ഔട്ട് ആയതിനാലല്ല, മറിച്ച് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ടോപ്പ് ഓർഡറിൽ ഇറക്കുന്ന രീതിയിലുള്ള കോമ്പിനേഷൻ സ്വീകരിക്കുന്നതിനാലാണ് താരത്തെ ഒഴിവാക്കിയതെന്നാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത്. ഇതോടെ ലോകകപ്പിലും ന്യൂസിലാൻഡിനെതിരെയുള്ള സീരീസിലും സഞ്ജു സാംസൺ തന്നെ ഓപ്പൺ ചെയ്തേക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കുന്നത് ടീമിന് കൂടുതൽ സ്ഥിരത നൽകും എന്നതാണ് ഇതിന് കാരണമായി പറഞ്ഞത്. ഇതോടെ ഓപ്പണിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും പകരക്കാരനായി ഇഷാൻ കിഷനും ടീമിലേക്കുള്ള വഴി തെളിഞ്ഞു. എന്നാൽ ഗില്ലിനെ പെട്ടെന്ന് ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ച് പല ചർച്ചകളും ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്നുണ്ട്. ടെസ്റ്റിലും ഏകദിനത്തിലും ഇതിനോടകം തന്നെ ക്യാപ്റ്റനായ ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു സെലക്ഷൻ കമ്മിറ്റിയുടെ താല്പര്യം. എന്നാൽ ലോകകപ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനം ഗൗതം ഗംഭീറിന്റേതായിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ. ലോകകപ്പിന് ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയും കളിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ടീം അനൗൺസ്മെന്റിന് തൊട്ടുമുമ്പ് മാത്രമാണ് താൻ ടീമിലില്ല എന്ന കാര്യം അറിയുന്നതെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിനെ മാറ്റി നിർത്താനുള്ള ബോർഡിന്റെ തീരുമാനം ഏറ്റവും ഗുണം ചെയ്യുക സഞ്ജു സാംസണെയും ഇഷാൻ കിഷനും തന്നെയായിരുന്ന കാര്യത്തിൽ തർക്കമില്ല. സഞ്ജു തന്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് വരുന്നത് T20 ഓപ്പണിംഗ് സ്ഥാനത്ത് കളിച്ചപ്പോഴായിരുന്നു. ഓപ്പണറായി കളിച്ച 12 ഇന്നിംഗ്സുകളിൽ നിന്ന് 183 സ്ട്രൈക്ക് റേറ്റിൽ 417 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയിട്ടുള്ളത്. ഇതിൽ തുടർച്ചയായി നേടിയ 2 സെഞ്ചുറികളും ഉൾപ്പെടുന്നു. ഓപ്പണിംഗിൽ ഇത്ര മികച്ച ഫോമിലായിട്ടും ഏഷ്യാകപ്പിൽ ഗില്ലിന് ഓപ്പണിംഗ് സ്ഥാനം വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് നടന്ന മത്സരങ്ങളിൽ ഒന്നും തന്നെ ഗില്ലിന് തിളങ്ങാനാവാതെ വന്നതോടെയാണ് ലോകകപ്പിൽ പുറത്തിരുത്താനുള്ള ഇപ്പോഴത്തെ തീരുമാനം എന്ന് വ്യക്തം. IPL-ലും അന്താരാഷ്ട്ര തലത്തിലും T20 മികച്ച സ്റ്റാറ്റ്സുള്ള താരം തന്നെയാണ് ഗിൽ. എന്നാൽ ഗൗതം ഗംഭീറിന്റെ കീഴിലെ T20 ടീമിന് ആവശ്യം പവർ പ്ലേയിൽ കൂടുതൽ റൺസ് എടുക്കാൻ സാധിക്കുന്ന, കൂടുതൽ ആക്രമിച്ച് കളിക്കുന്ന ബാറ്റ്സ്മാനെയാണ്. എന്നാൽ ഗിൽ കൂടുതൽ ബോളുകൾ ഫേസ് ചെയ്ത ലോങ് ഇന്നിംഗ്സുകൾ കളിക്കാൻ സാധിക്കുന്ന താരമാണ്. അതിനാൽ ഗിൽ ഓപ്പണറായി ഇറങ്ങുമ്പോൾ അത് പിന്നാലെ ഇറങ്ങുന്ന ബാറ്റർമാർക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിന് കാരണമാവുന്നു. ഗിൽ ഈ വർഷം കളിച്ച 15 മത്സരങ്ങളിൽ നിന്ന് 137 സ്ട്രൈക്ക് റേറ്റിലാണ് 291 റൺസ് സ്കോർ ചെയ്തത്. അവസാനം കളിച്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3-ാം T20 28 ബോളിൽ നിന്ന് 28 റൺസ് മാത്രമാണ് നേടിയത്. T20 ഗിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന വിമർശനവും ഇതുതന്നെ. ഗില്ലിന്റെ തനത് ശൈലി മോഡേൺ T20 അനുയോജ്യമല്ലെന്ന് ഇതിനു മുമ്പ് രവി ശാസ്ത്രിയും അഭിപ്രായപ്പെട്ടിരുന്നു. മോഡേൺ T20 ഗില്ലിനെ പോലെ ആങ്കർ റോളിൽ കളിക്കുന്ന താരത്തിനെയാണ് ആവശ്യം എന്നതാണ് ലോകകപ്പ് ടീമിൽ ഗില്ലിനേക്കാൾ മുകളിൽ സഞ്ജു പരിഗണിക്കപ്പെടാൻ കാരണം. T20 ടീമുകൾ 250 അതിനു മുകളിലോ വൺ ടോട്ടലിലേക്ക് കുതിക്കുന്ന സാഹചര്യത്തിൽ T20 ആകെ 138 കരിയർ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഗില്ലിനെ കളിപ്പിച്ച മുതലാവില്ല എന്ന് തിരിച്ചറിവായിരിക്കണം ഗൗതം ഗംഭീറിനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ മത്സരത്തിൽ അവസരം കിട്ടിയ സഞ്ജു ആവട്ടെ 37 റൺസ് എടുത്ത ടീമിന് മികച്ച തുടക്കം നൽകി. കിട്ടിയ അവസരം മുതലാക്കുകയും ചെയ്തു. ഇത് പിന്നീട് വന്ന തിലക് വർമ്മയ്ക്കും ഹാർദിക് പാണ്ഡ്യയ്ക്കും യാതൊരു സമ്മർദ്ദവും കൂടാതെ ബാറ്റ് വീശാനും സഹായിച്ചു. ലോകകപ്പിനായുള്ള ടീമിലെ മറ്റൊരു സർപ്രൈസ് മാറ്റം ജിതേഷ് ശർമ്മയ്ക്ക് പകരം ഇഷാൻ കിഷൻ ടീമിൽ ഉൾപ്പെട്ടതായിരുന്നു. 2023 ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയിൽ അവസാനമായി ദേശീയ കുപ്പായത്തിൽ കളിച്ച ഇഷാൻ 1.5 വർഷമായി ടീം സെലക്ഷന്റെ റഡാർ പോലും ഇല്ലായിരുന്നു. എന്നാൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 517 റൺസ് അടിച്ചുകൂട്ടി ടോപ്പ് സ്കോററായി മികച്ച ഫോമിലുള്ള ഇഷാനെ ടീമിലെടുക്കുകയായിരുന്നു. കൂടാതെ റിങ്കു സിംഗിന്റെ ടീമിലേക്കുള്ള തിരിച്ചുവരവും അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നതുമടക്കം മറ്റു ചില മാറ്റങ്ങളും ഉണ്ടായിരുന്നു. T20 ലോകകപ്പിനായുള്ള ടീം ഏറെ പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഫോമാണ് ഇന്ത്യൻ ടീമിന്റെ തലവേദന. ഒരു കാലത്തെ T20 നമ്പർ 1 ബാറ്റ്സ്മാൻ ആയിരുന്ന താരം 2025 കളിച്ച 19 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 13 ആവറേജിൽ 218 റൺസ് മാത്രമാണ് അടിച്ചെടുത്തത്. ക്യാപ്റ്റൻ കൂടി ഫോമിലേക്ക് ഉയർന്നാൽ ഇന്ത്യൻ ടീമിന് നൽകുന്ന ശക്തി ചെറുതൊന്നുമായിരിക്കില്ല. അടുത്ത വർഷം സ്വന്തം നാട്ടിൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യക്ക് മുത്തമിടാൻ സാധിക്കുമോ? കാത്തിരിക്കാം.